അടിപൊളി ഒരു ഇലച്ചെടി കണ്ടോ, എന്ത് ഭംഗിയായിരിക്കുന്ന നോക്കിയേ ഇതിന്റെ ഇലകൾ കാണാൻ. ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് യുജീനിയ പ്ലാന്റിന്റെ കുറച്ച് വിശേഷങ്ങളാണേ. നമുക്ക് നോക്കാം നല്ല പ്ലാന്റ്സുകൾ, യുജീനിയയുടെ പല വെറൈറ്റി പ്ലാന്റ്സുകളൊന്ന് കണ്ടാലോ. കണ്ടോ, ഇതിന്റെ ഇലകൾ കണ്ടില്ലേ, ഇതിന്റെ കളറ് കണ്ടോ, ഒരു മെറൂൺ റെഡ് ആണ് ഇതിന്റെ കളറ്. എന്ത് ഭംഗിയായിരിക്കുന്നത്. പൂക്കളേക്കാൾ ഭംഗിയുള്ളൊരു ചെടിയാണ് യുജീനിയ. നമുക്ക് നല്ല ബോർഡറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണേ. നോക്കിയേ, ചെറിയ ചെറിയ നാമ്പ് പൂക്കൾ പോലെ വന്ന് നിൽക്കുന്നുണ്ടോ. കണ്ടോ, അതെവിടെ, ഇത് കണ്ടോ, ഇതിൻ്റെ കളറ് കണ്ടോ, ഇതൊരു പിങ്ക് ചേർന്നൊരു റെഡ് കളറാണ്. നല്ല ഭംഗിയായിരിക്കുന്നു. കണ്ടോ, ഇതാണ് രണ്ടാമത്തെ കളറേ. കണ്ടോ, നല്ല ഭംഗിയിലുള്ള കളറാണേ. അപ്പം ഇങ്ങനെ ബുഷായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ഇത് നമുക്ക് ചട്ടിയിലും വളർത്താം, അതുപോലെ നിലത്ത് ഡയറക്റ്റ് നമുക്ക് വളർത്താൻ പറ്റുമേ. പിന്നെ നമ്മളിതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണേ. ചെറിയ തൈ ആയിരിക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്ത് ഒതുക്കി വളർത്താൻ പറ്റുവാണെങ്കിൽ നല്ല രസമായിരിക്കും. ചട്ടി നിൽക്കുമ്പോഴും അതുപോലെ ബുഷായിട്ട് വളർന്നു വരും. അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കും തോറും നല്ല ശിഖരങ്ങളൊക്കെ വന്ന് ചട്ടി നിറച്ച് വളർന്നു വരുവേ. പിന്നെ നല്ല വെയിൽ കിട്ടുന്ന ഏരിയയിൽ വെക്കണം, എന്നാലേ ഇതുപോലെ ഇലകളിങ്ങനെ നാമ്പുകളിങ്ങനെ കളർഫുള്ളായിട്ട് നിൽക്കത്തുള്ളേ. വെയിൽ കിട്ടുന്ന ഏരിയയിൽ വെക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ പൂക്കളൊക്കെ കുറവുള്ള ഈ മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഇത്. നമുക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ കളർഫുള്ളാകും, നാമ്പ് ഇങ്ങനെ കളർഫുള്ളാകും. അതിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. അന്നേരമാണ് നമ്മൾ പ്രൂൺ ചെയ്യാതെ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന് അങ്ങനെ നാമ്പുകൾ വരത്തില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ഇതിന് ഇതുപോലെ ആകാൻ വേണ്ടി നമുക്ക് ഇടയ്ക്ക് എപ്സം സോൾട്ട് ഉണ്ടല്ലോ, അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതിൻ്റെ ഇലകളിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയേ. ഇത്രയും വലിയൊരു പ്ലാന്റിന് 400 രൂപയാണ് നഴ്സറിയിലെ വിലയെ. കണ്ടോ, 400 രൂപ വിലയുള്ള പ്ലാന്റാണ്. കണ്ടോ, അടുത്തത് കണ്ടോ, വേരിഗേറ്റഡ് ആണ്, യുജീനിയയുടെ വേരിഗേറ്റഡ്. ഇത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ. കണ്ടോ, നമുക്കിതും ബോർഡറായിട്ട് വളർത്തുമ്പോൾ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഇലകളാണ് ഇതിൻ്റെ, കണ്ടോ, കുഞ്ഞു കുഞ്ഞു ഇലകൾ നല്ല ഭംഗിയായിരിക്കുന്നു. ഇത് റെഡ് കളറിലാണ് ഇതിൻ്റെ ഇലകൾ വന്നേക്കുന്നത്. ഇതിനും 400 രൂപയാണ് വില. നല്ല ബുഷായിട്ടുള്ള പ്ലാന്റാണ്, 400 രൂപയ്ക്ക്. എത്ര ഭംഗിയായിരിക്കും നമുക്ക്. ഇതിന് പക്ഷേ 300 ഇതിൻ്റെ റേറ്റ്. ഇത് നല്ല ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ് തന്നെയാണേ. ഇതിന് 300. ഇത്രയും ഹൈറ്റിൽ കണ്ടോ യുജീനിയ, ഇതുപോലെ ഇത്രയും ഹൈറ്റിൽ വളർത്താൻ പറ്റും നമുക്ക്. ചട്ടിയിൽ ഇതുപോലെ ബുഷായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ്. 18 ഇഞ്ച് സൈസ് പോട്ടിലൊക്കെ ഇതുപോലെ വളർത്താൻ പറ്റും. ഇത് മെയിനായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇത് പ്രൂൺ ചെയ്ത് നമ്മളിതിനെ ഷേപ്പ് ചെയ്ത് നിർത്തണം. വേരിഗേറ്റഡ് ആണേ. യുജീനിയയുടെ മിനിയേച്ചർ കണ്ടോ, മിനിയേച്ചർ. ഇതിന് പൊക്കം വെക്കത്തില്ല, ഇതിങ്ങനെ കുറ്റിച്ചിങ്ങനെ നിൽക്കുമേ. നമ്മുടെ ആ മിനിയേച്ചർ തെച്ചിയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഇതിൽ ഷേപ്പിലാണ്. കണ്ടോ, അടുപ്പിച്ച് ചേർന്ന് നിൽക്കുന്ന കണ്ടോ. അപ്പം അങ്ങനെയാണ്, ഹൈറ്റ് വെക്കത്തില്ല. ഇങ്ങനെ നമുക്ക് നല്ല ചട്ടിയിലൊക്കെ നിറഞ്ഞ്, ഇപ്പോൾ ഇതിലൊരു വലിയ പോട്ടിൽ വെക്കുവാണെങ്കിൽ ഇത്ര 2 എണ്ണം വെക്കാമെങ്കിൽ ഉണ്ടല്ലോ, ആ പോട്ട് നിറഞ്ഞ് നല്ല രീതിയിൽ നിൽക്കും ആദ്യം തന്നെ. പിന്നെ നമ്മളതിനെ ഒന്ന് പ്രൂൺ ചെയ്തൊക്കെ കൊടുത്താൽ മതി. 300 രൂപയായി ഇതിൻ്റെ വില. ഉണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനേ. അടുക്കിനടുക്കിന് നിൽക്കുന്നുണ്ടോ, ഓരോ അടുക്കിനാ. ഡബിൾ പെറ്റൽസിൻ്റെ പൂക്കൾ പോലെയാണ് അതിൽ നിൽക്കുക.
നമ്മളിത് നട്ടുപിടിപ്പിക്കാനായിട്ട് നമുക്ക് നല്ല മേൽമണ്ണും അതുപോലെ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്കും കൂടെ ചേർത്ത് മിക്സിൽ നമുക്ക് നല്ലപോലെ വെള്ളം വാർന്നു പോകുന്ന പോട്ടി മിക്സ് കൊടുക്കണേ. അങ്ങനെ കൊടുത്ത് നമ്മൾ വലിയ ചട്ടിയിൽ നമ്മൾ വെക്കുവാണെങ്കിൽ നല്ല ഡയറക്റ്റ് നമ്മൾ നിലത്ത് വെക്കാനാണെങ്കിൽ നമുക്ക് അടിവെള്ളം കൊടുത്തിട്ട് വേണം ഇത് നട്ടുപിടിപ്പിക്കാനേ. നല്ല സൂര്യപ്രകാശം കിട്ടണം. ഇപ്പോൾ മഴയായതുകൊണ്ട് പിന്നെ വെള്ളത്തിൻ്റെ പ്രശ്നം വരുന്നില്ല. വെയിലുള്ള സമയത്ത് നല്ല ചൂടുള്ള സമയത്ത് ഒരു നേരമെങ്കിലും വെള്ളം നനച്ച് കൊടുക്കേണ്ട ചെടിയാണ് യുജീനിയ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.